ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, തീർച്ചയായും കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും. തുലാം രാശിയുടെ രാശി അധിപൻ ശുക്രനാണ്. ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. നിങ്ങളുടെ രാശി അധിപനായ ശുക്രൻ 12-ാം ഭാവത്തിൽ, 5-ൽ രാഹു, 6-ൽ ശനി, 9-ൽ ചൊവ്വ, 10-ൽ വ്യാഴം, 11-ൽ ബുധൻ, സൂര്യൻ, കേതുവുമാണ്. അപ്പോൾ ഈ മാസം രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7 സെപ്റ്റംബറിന് ബുധനും, 17 സെപ്റ്റംബറിന് സൂര്യനും, 19 സെപ്റ്റംബറിന് ചൊവ്വയുമാണ് രാശിമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ. ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? സെപ്റ്റംബർ മാസം തുലാം രാശിക്കാർക്ക് വളർച്ചയും മാറ്റങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന മാസമാണ്. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ ഭാഗത്തേക്കാൾ സെപ്റ്റംബർ 3-ന് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാനുള്ള സാധ്യത കാണുന്നു. രാശിയാധിപനായ ശുക്രൻ 12-ാം ഭാവത്തിൽ നിന്നും 1-ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. ആത്മവിശ്വാസം, വ്യക്തിത്വം, സൗന്ദര്യം, ആകർഷണം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത. അതേസമയം 10-ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ ഗുരു കരിയർ, ജോലി, സ്ഥാനമാറ്റം, അംഗീകാരം എന്നിവയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഘടകമാണ്. നിങ്ങളുടെ ആരോഗ്യം 6-ാം ഭാവത്തിലെ വക്രശനി ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. പഴയതായി ഉണ്ടായിരുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത. പ്രത്യേകിച്ച് അമിത ജോലി മൂലമുള്ള ക്ഷീണം, ഉറക്കക്കുറവ്, ശരീരവേദന, ദഹനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം എന്നിവ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 6-ാം ഭാവത്തിലെ ശനി ശത്രുക്കളെയും രോഗങ്ങളെയും നേരിടാനുള്ള ക്ഷമയും സ്ഥിരതയും നൽകും. ആരോഗ്യരംഗത്ത് നേരത്തെ തന്നെ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. സെപ്റ്റംബർ മാസത്തിലെ പ്രധാന ആരോഗ്യ സന്ദേശം പ്രശ്നം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നേരത്തെ തന്നെ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നതാണ്. എഡ്യൂക്കേഷൻ നോക്കുന്നത് 5-ാം ഭാവമാണ്. 5-ാം ഭാവത്ത് രാഹു കാരണം കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറയുന്നതിനും ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നതിനുമുള്ള സാധ്യത. ഓവർ തിങ്കിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് പഠനത്തെ ഒന്ന് ബാധിക്കുന്നതായി കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ 10-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ശക്തി ഭാവിയിലെ കരിയർ ഓറിയൻറ്റഡ് സ്റ്റഡീസിന് പിന്തുണ നൽകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ്, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. സെപ്റ്റംബർ 7 മുതൽ ബുധൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നത് വിദേശ പഠനം, അതുപോലെ തന്നെ വിദേശ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓൺലൈൻ എഡ്യൂക്കേഷൻ, റിസർച്ച് സംബന്ധിച്ചിട്ടുള്ള പഠനത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട്. സ്നേഹബന്ധം നോക്കുന്നതും 5-ാം ഭാവം. 5-ാം ഭാവത്ത് രാഹു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രണയ കാര്യങ്ങളിലും ചില കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നതിനുള്ള സമയം. ചിലർക്ക് പെട്ടെന്നുള്ള അട്രാക്ഷൻ, അതുപോലെ തന്നെ അനാവശ്യ റിലേഷൻഷിപ്പ്, ഓൺലൈൻ വഴിയുള്ള പരിചയം, പഴയ ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യത. ശ്രദ്ധിക്കേണ്ട കാര്യം, രാഹു 5-ാം ഭാവത്ത് ഉള്ളതിനാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം. സെപ്റ്റംബർ 3-ന് ശേഷം ശുക്രൻ 1-ാം ഭാവത്തിലേക്ക് വരുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടി. ബന്ധത്തിൽ ഉള്ളവർ പരസ്പരം തുറന്ന് സംസാരിക്കുക. ചെറിയ ചെറിയ സംശയങ്ങളെ വലിയ പ്രശ്നങ്ങൾ ആകാതിരിക്കാൻ തുറന്ന് സംസാരിക്കുന്നത് വളരെ അനുകൂലമാകും. നിങ്ങളുടെ ദാമ്പത്യം സെപ്റ്റംബർ മാസം ആദ്യ പകുതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും 2-ാം പകുതിയിൽ മെച്ചപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ്ങിലും ഉണ്ടാകുന്നതിനുള്ള സാധ്യത. ശുക്രൻ 1-ാം ഭാവത്തിലേക്ക് വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ രാഹുവിൻ്റെ 5-ാം ഭാവസ്ഥിതിയും ചൊവ്വയുടെ 9-ാം ഭാവത്തിലുള്ള കാരണം അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഈഗോ ക്ലാഷസ്
ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നതിനുള്ള സാധ്യത. യാത്രയെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വരും. കുടുംബകാര്യങ്ങളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിനുള്ള സാധ്യത. ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്റ്റംബർ 19 ശേഷം വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം നോക്കുന്നത് 9ാം ഭാവമാണ്. 9ാം ഭാവത്തിലെ ചൊവ്വ ഭാഗ്യഭാവത്തെ ആക്ടിവേറ്റ് ആക്കുന്നു. ഭാഗ്യം ലഭിക്കണമെങ്കിൽ സ്വയം പരിശ്രമിക്കുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. യാത്രകൾ, ഹയർ സ്റ്റഡീസ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ താല്പര്യം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത. ചിലർക്ക് ദൂരയാത്ര, വിദേശബന്ധം, ഹയർ എഡ്യൂക്കേഷൻ, പുതിയ അവസരം, ആത്മീയമായ മാറ്റം ഉണ്ടാകുന്നതിനുള്ള സാധ്യത. എന്നാൽ ചൊവ്വയുടെ സ്വാധീനം കാരണം അമിതമായ ആത്മവിശ്വാസം തീർച്ചയായും ഒഴിവാക്കുക. ഭാഗ്യം ലഭിച്ചാലും ക്ഷമയോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും അനുകൂലം. നിങ്ങളുടെ ജോലി, കരിയർ, ഇതാണ് ഈ മാസത്തിലെ ഏറ്റവും ശക്തമായ മേഖല. 10ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം കരിയറിന് വളരെ വളരെ അധികം നല്ല പിന്തുണ നൽകുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നതിനും പ്രൊമോഷനുള്ള സാധ്യതയും, സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ കിട്ടുന്നതിനും, പുതിയ പ്രൊജക്റ്റ് കിട്ടുന്നതിനും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുന്നതിനുമുള്ള സാധ്യത. നിങ്ങളുടെ കരിയറിൽ നല്ല ഗ്രോത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് മുമ്പ് നിങ്ങൾ ശ്രമിച്ച അവസരങ്ങളിൽ നിന്നും വീണ്ടും ഒരു കോൾ വരുന്നതിനുള്ള സാധ്യത, പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലീഡർഷിപ്പ് പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുയോജ്യം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 3 ശേഷം ശുക്രൻ്റെ രാശിയിലുള്ള പ്രവേശനം, നിങ്ങളുടെ 1ാം ഭാവത്തിലുള്ള പ്രവേശനം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. വ്യക്തിപരമായ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിന് കാരണമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മാസം വളർച്ചയ്ക്ക് സാധ്യതയുള്ള മാസം തന്നെ. 10ാം ഭാവത്തിലെ ശക്തമായ വ്യാഴം ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ റെപ്യൂട്ടേഷനും ഒക്കെ പിന്തുണ നൽകുന്നു. 11ാം ഭാവത്തിലെ ഗ്രഹനില കാരണം പുതിയ കോണ്ടാക്റ്റുകൾ, നെറ്റ്വർക്ക്, ഇൻകം ഓപ്പർച്യൂണിറ്റീസ്, പഴയ ക്ലയൻസ് വഴി പുതിയ ബിസിനസ് കിട്ടുന്നതിനുള്ള സാധ്യത, നിങ്ങളുടെ പ്രൊഫഷണൽ കണക്ഷൻസ് ഒക്കെ കൂടുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സെപ്റ്റംബർ 7 മുതൽ ബുധൻ 12ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അൺനെസസറി ആയിട്ടുള്ള ചിലവുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ അനാവശ്യ യാത്രകളും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ എല്ലാ എഗ്രിമെൻറ്റ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ ശ്രദ്ധിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, 11ാം ഭാവത്തിലെ ഗ്രഹനില കാരണം വരുമാനത്തിനുള്ള അവസരങ്ങൾ തീർച്ചയായും ഉണ്ടാക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശുക്രൻ ആദ്യം 12ാം ഭാവത്തിലും പിന്നീട് ബുധൻ 12ാം ഭാവത്തിലും വരുന്നതിനാൽ വരുമാനം ഉണ്ടാകുന്നത് പോലെ ചിലവും വർദ്ധിക്കുന്നതിനുള്ള സാധ്യത. പ്രത്യേകിച്ച് യാത്ര, ഷോപ്പിംഗ്, ലക്ഷറി ഐറ്റംസ്, വീടുമായി ബന്ധപ്പെട്ട ചിലവുകൾ, വിദേശ ബന്ധപ്പെട്ട ചിലവുകൾ വരുന്നതിനുള്ള സാധ്യതയാണ്. ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് സേവിങ്സിനും പ്രാധാന്യം നൽകണം എന്നതാണ് ഈ മാസത്തിൻ്റെ സാമ്പത്തിക സന്ദേശം. സെപ്റ്റംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഗ്രോത്ത്, ബിസിനസ്സിൽ പ്രൊഫഷണൽ റെക്കഗ്നൈസേഷൻ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ അൺനെസസറി ആയുള്ള എക്സ്പെൻസസ്, അതുപോലെ തന്നെ ലവ് റിലേറ്റഡ് കൺഫ്യൂഷൻസ്, ഓവർ തിങ്കിങ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ഉള്ളവർ തീർച്ചയായും അത് ചെയ്യിപ്പിക്കേണ്ടതാണ്. സെപ്റ്റംബർ 3 ശേഷം ശുക്രൻ 1ാം ഭാവത്തിലേക്ക് വരുന്നത് വ്യക്തിത്വത്തിലും ബന്ധത്തിലും ആത്മവിശ്വാസത്തിലും നല്ല മാറ്റങ്ങൾ നൽകുന്ന പ്രധാന ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തടസ്സങ്ങളെ ഭയക്കാതെ, അവസരങ്ങളെ തിരിച്ചറിഞ്ഞ്, ചിലവുകൾ നിയന്ത്രിച്ച്, സത്യസന്ധത പാലിച്ച് കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സെപ്റ്റംബർ 2026 തുലാം രാശിക്കാർക്ക് മികച്ച മുന്നേറ്റം നൽകുന്ന മാസമാകാം. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ, വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേൾക്കുകയോ ചെയ്യുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും ചെയ്യുക. സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂർ അകമോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറേലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാ വാചാ കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. ഓം നമഃ ശിവായ മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം 108 തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷിമൃഗാദികളെ സ്നേഹിക്കുക. നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുക. നാമജപം കലിയുഗത്തിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താലും അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം നിങ്ങളുടെ നാവിൽ ഏത് സമയം ഉണ്ടായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने द्वेष को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे।